യാതൊരു ഹൈപ്പുമില്ലാതിരുന്ന സിനിമയ്ക്ക് റീച്ച് ലഭിക്കാൻ ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അണിയറ പുറത്തെടുക്കാറുണ്ട്. അതിലൊന്നാണ് സൂപ്പർ താരങ്ങളുടെ അതിഥി വേഷങ്ങൾ. നിവിൻ പോളിയെ നായകനാക്കി ഒരുക്കിയ കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയ്ക്ക് ഹൈപ്പ് കയറിയത് മോഹൻലാൽ ഇത്തിക്കര പക്കിയായി വേഷമിടുന്നു എന്ന വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ്. പിന്നീട് പല സിനിമകളും ഈ രീതി പിന്തുടർന്നു. ചിലത് പരാജയമായപ്പോൾ മറ്റ് ചിലർ ഹിറ്റായി മാറി. എന്നാൽ അടുത്തിടെയായി മലയാളത്തിലെ ബിഗ് എം എസ് ചെയ്ത അതിഥി വേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ച. ഹൈപ്പില്ലാതിരുന്ന ബിഗ് ബജറ്റ് സിനിമകളുടെ ഹൈപ്പ് ഉയർത്താൻ അണിയറപ്പുറത്ത് ഇൻഡസ്ട്രിയിലെ സൂപ്പർ താരങ്ങളെ സമീപിക്കുകയായിരുന്നു. ദിലീപിനെ നായകനാക്കി നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ബിഗ് ബജറ്റ് ചിത്രം പാപ്പാഭായിൽ മോഹൻലാൽ അതിഥി വേഷം ചെയ്തിരുന്നു. യാതൊരു അനക്കവുമില്ലാതെ കിടന്ന പാപ്പാഭായെ പിന്നീട് മോഹൻലാൽ ആരാധകർ പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു. മോഹൻലാലിന്റെ ക്രെഡിറ്റിൽ ദിലീപ് ആദ്യമായി 100 കോടി കിട്ടാൻ പോകുന്നു എന്നടക്കം ഫാൻസ് അവകാശവാദം ഉന്നയിച്ചു. എന്നാൽ ആദ്യ ഷോയ്ക്ക് പിന്നാലെ മോശം പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത്. 40 കോടി ബജറ്റിലൊരുങ്ങിയ ചിത്രം വൻ പരാജയമായി മാറി. ദിലീപിന്റെ ഫ്ലോപ്പ് സ്ട്രീക്കിലേക്ക് ഫാഫാബായി ഉൾപ്പെടുത്തിയെങ്കിലും ഏറ്റവും വലിയ ട്രോൾ മെറ്റീരിയലായി മാറിയത് മോഹൻലാൽ തന്നെയാണ്. ഗില്ലി ബാല എന്ന കഥാപാത്രം മലയാള ചരിത്രത്തിലെ ഏറ്റവും മോശം കാമിയോ റോളായി മാറി. ഗില്ലി ബാല അത്ര വരില്ലെങ്കിലും മമ്മൂട്ടിയുടെ അതിഥി വേഷം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ പോയിരിക്കുകയാണ്. നവാഗതനായ അജിത് നായരാൻ ഒരുക്കിയ ചത്താപ്പച്ചയുടെ ഹൈപ്പ് മെറ്റീരിയലായി മാറിയത് മമ്മൂട്ടിയുടെ സാന്നിധ്യമായിരുന്നു. കൊച്ചിയിലെ WWE അനുകരിച്ച് ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തുന്ന ഫൈറ്റ് നൈറ്റിനെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങിയത്. ചത്താപ്പച്ചയുടെ ആദ്യ സീൻ മുതൽ എല്ലാ കഥാപാത്രങ്ങളും ഒരുപോലെ പൊക്കിയടിച്ച കഥാപാത്രമായിരുന്നു വാൾട്ടർ. കൊച്ചിയെ ഞെട്ടിച്ച ഗുസ്തിക്കാരനാണ് ബുള്ളറ്റ് വാട്ടർ. എല്ലാ കഥാപാത്രങ്ങളും ഒരുപോലെ ഹൈപ്പ് നൽകിയ വാട്ടറിന് ഗംഭീര എൻട്രിയാണ് സംവിധായകൻ നൽകിയത്. എന്നാൽ മമ്മൂട്ടിയുടെ വാട്ടർ ഭദ്രമായിരുന്നില്ല. അണ്ടർടേക്കറുടെ ഗെറ്റപ്പിലെത്തിയ മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗങ്ങൾ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കില്ല. സിങ്ക് സൗണ്ട് ഡയലോഗ് ഡെലിവറി കൂടിയില്ലാത്തപ്പോൾ വാട്ടർ എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ മാത്രമായി മാറി. അസുഖം മാറി തിരിച്ചെത്തിയ മമ്മൂട്ടി ആദ്യം ചെയ്ത ചിത്രമായിരുന്നു ചത്താപ്പച്ച. അസുഖത്തിന്റെ ക്ഷീണം മമ്മൂട്ടി നന്നായി പ്രകടമായിരുന്നു. ഹൈപ്പ് കൂട്ടാൻ വന്ന് അവസാനം ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ കഥാപാത്രമായി മമ്മൂട്ടി മാറിയപ്പോൾ ആജീവനാന്ത ട്രോളിലേക്കുള്ള വകുപ്പുകൾ സമ്മാനിച്ചായിരുന്നു ഗില്ലി ബാലെ അവതരിപ്പിച്ചത്. ഇനി സൂപ്പർ താരങ്ങളുടെ കാമിയോ ഉണ്ടെന്ന് പറയപ്പെടുന്ന കത്തനാൽ, പള്ളിച്ചട്ടമ്പി പോലുള്ള സിനിമകൾക്കും ഹൈപ്പ് തുലാസിലാണ്.